ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇതിലിടുന്നില്ല. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം കടലായി ശ്രീകൃഷ്ണൻ്റെ തിരുസന്നിധിയിൽ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നവമോധ്യായം 9ാമത്തെ അധ്യായം വൈശാഖ മഹാത്മ്യം ധ്യാന ശ്ലോകം. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം അത നവമോധ്യായം. പണ്ഡിതനാകും സുതദേവമാമുനിയോടു പൂർണ്ണ സന്തോഷം വിധീരാധിപൻ ചോദ്യം ചെയ്താൽ വെന്തുപോയൊരു കാമനെവിടെ ചെന്നും വന്നു എന്തവൻ തന്നാൽ പിന്നെ കർത്തവ്യം മഹാമതേ. മനുജാധിപരുടെ ചോദ്യം ഇങ്ങനെ കേട്ടു മുനിനായകൻ താനും അരുളി ചെയ്തിടിനാൻ. 2 ജന്മങ്ങൾ പിന്നെ ദിവ്യനാം പഞ്ചബാണൻ ഉണ്ടായി ധരണിയിൽ എത്രയും കീർത്തിയോടെ. എന്നതിലൊന്നു ശംഭൂനന്ദനൻ ബാഹുലേയൻ തന്നെ ജന്മം വീരിച്ചിടവൻ കേട്ടാലും നീ. തന്നെ ഭർത്തൃദേഹം ഭസ്മമായി കണ്ടു രതി കിന്നത പൂണ്ടു മതി മറന്നു വീണാളല്ലോ. 2 നാഴിക നേരം ചെന്നപ്പോൾ ഉണർന്നിരും ഉണ്ടായ ദുഃഖം ചൊൽവാനെഴുതോ ശിവ ശിവ. വനദേവതമാരും നടുനീരോധം കേട്ടു വനചോക്ഷണ പിന്നെ ചിന്തിച്ചു സന്താപേന. മരണാഗ്നിയെ കണ്ടു വീരുവായോടിപ്പോയ മാരമിത്രനും വന്നു കണ്ടു സന്താപം പൂണ്ടാൻ. വല്ലാഭ സഹായനോടിങ്ങിനെ രതി ചൊന്നാൾ നല്ലൊരു ചിത നിർമ്മിക്കുന്നതു കേട്ടു ചൊന്നാൻ. നന്ദനെന്ന പോലെ ഞാനുണ്ടു ശേഷം ചെയ്യാൻ എന്തിനു ദുഃഖിക്കുന്നു കേനതേ ദേഹത്യാഗം. സമ്മതമതു കേട്ടിട്ടില്ലെന്നു കണ്ട നേരം നിർമ്മിച്ചു കൊണ്ടാനൊരു ചിതയും വേഗത്തോടെ. കുളിച്ചു വന്നു രതി വിധിച്ച പോലെ കർമ്മം മുടിച്ചു ചിത മധ്യേ ജലിച്ചോരഗ്നി തന്നെ. വലത്തു വെച്ചു കൂപ്പി സ്തുതിച്ചു ഭക്തിയോടെ കുളിച്ചു ചാടിയിടുവാൻ നിനച്ചും നിൽക്കും വിധോ. പതിച്ചിടല്ല വക്നു ധരിച്ചിടല്ല ദേഹം മരിച്ചിടേണ്ട വൃഥ ധരിച്ചു കൊൾക ബാലേ. മരിച്ച കാന്തൻ ഭൂമോ ജനിച്ചിടും കേൾമേലിൽ ക്ഷമിച്ചിടുക കിഞ്ചിൽ സുഖിച്ചു വാഴാൻ ചിരം. ആകാശവാക്യമേവം കേട്ടൊരു രതിക്കുള്ളിൽ ആകാംക്ഷ മരിപ്പതിനുള്ളതു തീർന്നുകൂടാ. തൽക്ഷണമിന്ദ്രാദികൾ ദുഃഖിത തന്നെ കണ്ടു രക്ഷിപ്പാൻ വയം നൂനം ദുഃഖിക്ക വേണ്ട വൃത. പുഷ്കരാക്ഷിയാം നീയും പുഷ്പബാണനും പൂർവ കൽപ്പേ പുന്നമേ രാജസുന്ദരനെന്നു നാമം. കൽപത്നി തഥാ രാജശങ്കര കാലിനി ഇപ്പോൾ തൽപാപം പോവാൻ ചൊല്ലുവൻ പ്രായശ്ചിത്തം. വൈശാഖ സ്നാനം മന്ദാകിനിയിൽ ചെയ്തു ഭക്ത്യ കേശവമർച്ചിക്കിലോ ക്ലേശങ്ങളെല്ലാം തീരും. അശൂന്യ ശയനമാമൃതവും അനുഷ്ഠിക്ക ദർശന മാത്രമുണ്ടായിടും കേൾ മനോഹരേ. വരവുമേവം നൽകി സുരന്മാർ പോയ ശേഷം സുരന്മാർ ചെന്ന വണ്ണം വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ സ്മരണം ചെയ്തു നിത്യം വസിക്കുന്നതു കാലം. സ്മരണക്ഷി ഗോചരനായി ദൂരതിക്കപ്പോൾ സുന്ദരനായ നൃപൻ മുന്നം വൈശാഖ സ്നാനം മന്നവാ ചെയ്യായികയാൽ വന്നതിക്കാലം മൃതി. മാധവസുതൻ തന്നെ എങ്കിലും പാപഹരം മാധവ സ്നാനം ചെയ്തിലാകിലാപത്തു നൂനം. ദേവകളെന്നാകിലും ഈ വണ്ണം ഫലം നര ദേവമാനുഷരെന്നാൽ എന്തിനു പറയുന്നു കേൾക്ക നീ കഥാശേഷം. ശങ്കരൻ മറഞ്ഞപ്പോൾ കൊണ്ടു ഗൗരി ഭൂമിയിൽ വീണാലല്ലോ. അദ്രിനായകനതു കണ്ടുടൻ പുത്രി തന്നെ വിദ്രുതം കൂട്ടിക്കൊണ്ടു മന്ദിരം ദുഃഖിയിരുന്നാൻ. മന്ദഭാഗ്യയായുള്ള ഞാനിനി വൈകിടാതെ ചന്ദ്രശേഖരൻ തന്നെ നിശ്ചല ധ്യാനം ചെയ്തു നന്നായി തപസ്സു ചെയ്തിടേണമെന്നുറച്ചു. കന്യക ഗുരുഭൂതന്മാരെയും ബോധിപ്പിച്ചു സാദരം ഭക്തിപൂർവം തപസ്സു തുടങ്ങിനാൾ. ചേതസി മന്ദം മന്ദം വർദ്ധിച്ചു തപോബലം. ദിവ്യവത്സര സഹസ്രാബ്ദ കാരുണ്യമൂർത്തി സർവജ്ഞൻ പ്രത്യക്ഷനായി നിന്നരുൾ ചെയ്താനേവം.
സന്തോഷം പൂണ്ടേനകം നിന്ദഭൂമ്യഭീമകേ തെന്തോന്നു വേണ്ടുവരം വരിച്ചു കൊൾക ബാലേ ബന്ധുകാരി ഗൗരി വന്നിച്ചു ചൊന്നാളെങ്കിൽ നിന്തിരുവടി മമ ഭർത്താവെ കാണാമെന്നാൽ മല്ലഭാണാരി മന്ദം പുഞ്ചിരി തൂകിച്ചെമ്മേ പൂന്തേൻ വാണിക്കു വരം കൊടുത്തു ദേവൻ. പിന്നെ സപ്തമാമുനിമാരെ ചിന്തിച്ചു മഹാദേവൻ ക്ഷിപ്രം വന്നവരടി കൂപ്പിനോരനന്തരം മുപ്പുര വൈരി മുനീന്ദ്രന്മാരോടരുൾ ചെയ്തു സ്വൽപ്പമും ഹിമവാനെ കണ്ടു ചൊല്ലേണം നിങ്ങൾ തൽപുത്രി തന്നെ മമ നൽകേണമെന്നു ചൊല്ലി ഇപ്പോൾ നിങ്ങളെ വിചാരിപ്പതിനു മൂലം അരുൾ ചെയ്തതു കേട്ടു നടന്നു മുനീന്ദ്രന്മാർ ഗിരിനായകപുരം പ്രാപിച്ചു പൂർണ്ണമോദം സരസാ മുനീശ്വരന്മാരെ പൂജിച്ചു ഭക്ത്യാ ഗിരിനായകനേവം ഉണർത്തിച്ചരുളിനാൻ ധന്യനായി വന്നേൻ കൃതകൃത്യനായി വന്നേനകം ധന്യന്മാരായ നിങ്ങൾ മൽപുരം പ്രാപിക്കയാൽ നിർമ്മലന്മാരായുള്ള നിങ്ങളെ കാണുക മൂലം ജന്മസാഫല്യമേ വന്നിതു ഭാഗ്യം ഭാഗ്യം. നിത്യപൂർണാർത്ഥ കൃതാത്മക്കളാം നിങ്ങളോർത്താൽ കർത്തവ്യം മയാകിമെന്നരുളി ചെയ്തിടണം. ഭക്തിലക്ഷണ ഭാഷിതം കേട്ട നേരം എത്രയും പ്രസാദിച്ചു ചൊല്ലിനാൻ മുനീന്ദ്രന്മാർ. ഞങ്ങൾ വന്നതിൻ മൂലം കേട്ടാലുമെങ്കിൽ ഭവാൻ മംഗലം തേടുന്നൊരു കന്യകാരത്നം തവ ഗംഗചൂടനു ദാനം ചെയ്യണമെന്നും ചൊൽവാൻ തിങ്ങിന മതോദ്വയം തീർന്നതെന്നറിഞ്ഞാലും ആജന്മകൃത സൗഹൃദൗക്കം സൽഫലഗിരി രാജപക്വതാതുന ഭവിച്ചു ധരിക്കതേ. നന്മൊഴി കേട്ടു സന്തോഷാമ്പുതി തന്നിൽ കുളി അമ്മുനിമാരോടുണർത്തിച്ചിട്ടു ഗിരിനാഥൻ. വൽക്കല ജടാദികൾ ധരിച്ചു ജടാധരം ചിൽഗനം പ്രത നിരാഹാരയായി ഗംഗാതടേ ഉഗ്രമാം തപസ്സു ചെയ്യുന്ന മൽക്കന്യകാന്തൻ ഉഗ്രസ്വാമിക്കു പുര മനസ്സാ തന്നേനകം വിധിശേഖരനോടി വാർത്തയെയുണർത്തിച്ചു വിധിപൂർവകം കർമ്മം അഖിലം ചെയ്യിക്കേണം. ഇങ്ങനെ ചൊല്ലി നമസ്കരിച്ച ഗിരീശ്വരൻ അങ്ങിനെ എന്നു ചൊല്ലി മറഞ്ഞു മുനീന്ദ്രന്മാർ. കല്യാണോത്സവാരംഭം തുടങ്ങി മഹാഗിരോ എല്ലാ ലോകവും ഒന്നു തെളിഞ്ഞു ജനങ്ങളും ശംഭുതൻ ധ്യാനത്തിനാൽ അറിഞ്ഞു ദിവ്യജനം സംഭ്രമ കൗതൂഹലം കൈക്കൊണ്ടു നടക്കൊണ്ടാർ. ഇന്ദിര മുമ്പായുള്ള സുന്ദരി വൃന്ദത്തോടും പന്നകശായി വിഷ്ണു ഭക്തസഞ്ജയത്തോടും പക്ഷിപുങ്കവകളാരുടനായ ലക്ഷ്മീപതി തൽക്ഷണം കൈലാസത്തെ പ്രാപിച്ചോരനന്തരം സനകാദികളോടും മുനിമണ്ഡലത്തോടും കനകോജ്വല ഹംസാരുടനായി വന്നു ബ്രഹ്മാൻ. ചൊൽക്കൊണ്ട ഭൂതപ്രേത പൈശാചാദികളോടും ദിക്പാലരോടും നിഖിലാമര വൃന്ദത്തോടും വെള്ളിമാമല തന്നിൽ നിന്നുടൻ പുറപ്പെട്ടു വെള്ളരൂരിന്മേലേറി കൊണ്ടു ലൗകികനാഥൻ. വീരിഭൂതുണ്ടൂവി പടഹാദികൾ കൊണ്ടു ലോകം പാരമായി മുഴങ്ങിച്ചു നടന്നു മന്ദം മന്ദം. വെൺകൊറ്റക്കുട തഴ ചാമരാദികൾ കൊണ്ടും സംഖ്യയില്ലാതെ മഹാപ്രാപവ ജാലത്തോടും തുഹിനാശലെ ചെന്ന നേരമെങ്ങതീരേറ്റു തുഹിനഗിരി തൻ്റെ മന്ദിരം പ്രാപിപ്പിച്ചു. ശുഭദൃഷ്ടി കൊണ്ടേറ്റം ശോഭിച്ച നന്മുഹൂർത്തെ ശുഭദന്മാരായുള്ളോരീശ്വരന്മാരൊന്നിച്ചു സകല കർമ്മങ്ങളും വിധിപൂർവകം ചെയ്ത സകലേശ്വരൻ ശംഭു പാർവതി തന്നെ വേട്ടു. ശംഖനാദങ്ങൾ കൊണ്ടും ആശീർവാദങ്ങൾ കൊണ്ടും വൻകടൽ നാദം ചേരും വാദ്യഘോഷങ്ങൾ കൊണ്ടും ശങ്കര ഗൗരീജയെ തുച്ഛത്തിൽ പുകഴ്ത്തുന്ന സംഖ്യയില്ലാതെ ശബ്ദാൽ മുഴങ്ങി വിശ്വമെല്ലാം. സർവാദിമൂർത്തികൾക്കും മംഗനാവൃന്ദത്തിനും കേവലാനന്ദമുണ്ടായി സകല പ്രാണികൾക്കും സുഖമോടനേക നാളവിടെ തന്നെ വാഴും സ്വഗൃഹം പുക്കാർ. പിന്നെ സർവദേവാദീജനം മഹിമ പെരുകുന്ന ഹിമവാനുടെ ഗേഹേ മഹനീയാംഗിയായ മഹർഷിയോടും കൂടി അഹിംസംഹതി പരിഭൂഷണൻ മഹാദേവൻ ബഹുഭോഗേന ബഹുവത്സരം തത്ര വാണാൻ. വാഹിനി തീരം തോറും വനരാജികൾ തോറും മോഹമാർന്നു തന്നെ സഹസാരമിപ്പിച്ചു. സഹസ്രാക്ഷാദി ജനം ചിന്തിച്ചാരേവമപ്പോൾ പാർവതി ശങ്കരന്മാർ ഒന്നിച്ചായിരത്താണ്ടു കേവലം രമിച്ചിട്ടും നന്ദനുണ്ടായില്ല.
ഗർഭഭോജനെ ബീജം പതിച്ചാൽ പിന്നെ യഥാ അർഭകൻ പിറപ്പോളം സുരത മരുതല്ലോ എന്നതു ചിന്തിയാതെ ക്രീഡിച്ചാൽ തൽബീജവും ഭിന്നമായി ശ്രവിച്ചിടുമെന്നതു നൂനമല്ലോ. ഉള്ളിലലംഭാവമതു കാരണം ഇപ്പോൾ പുത്രൻ ജനിച്ചിടാഞ്ഞു സഖേ. എന്തു മാമിനി ചെയ്തിടേണ്ടതെന്നോർത്തു പിന്നെ അന്ധകേളുപദേശം അഗ്നിയോടേവം ചൊന്നാൻ. മുഗ്ധേന്ദുധരനഗ്നി സുരതാന്തരെ ചെന്നു ഭക്തി സംയുതം നമസ്കരിച്ചു വിനീതനാൻ. തത്വോപദേശം ചെയ്തിടേണമെന്നപേക്ഷിക്ക മൃത്യുശാസനപ്പോൾ പ്രീതനായരുൾ ചെയ്യും. ദുശ്ചോദ്യങ്ങളെ കൊണ്ടു കാലതാമസമേറ്റം നിശ്ചലമുണ്ടാക്കുവാനാവോളം ശ്രമിക്കേണം. തങ്ങളും ശേഷം യഥാ പിന്നെയും ഉപായങ്ങൾ മംഗലം വരുവാനായി പ്രയത്നം ചെയ്യുന്നുണ്ടു. കാലമൊട്ടേവം ചെന്നാൽ ബാലകൻ പിറന്നിടും. മേലവൻ വൈരിക്കെന്നാൽ കാലധർമ്മത്തെ നൽകും. ആശുനീ കാര്യമെല്ലാം സാധിച്ചു വരികിന്നു കാശിയും ചൊല്ലി സുരരയച്ചു അഗ്നിദേവൻ. മൃഡപാർവതി സുരതാന്തരമിപ്പോൾ എന്നോ ഉടനെ ശയ്യാഗ്രഹം പൊക്കിതു അഗ്നിദേവൻ. അഗ്നിയെ കണ്ടു ഗൗരി ലജ്ജ പൂണ്ടോടിയിടിനാൾ. നഗ്നനാമീശൻ കോപിച്ചിങ്ങിനെ ചൊല്ലിയിടിനാൻ. കാലദേശാവസ്ഥകളോരാതെ വന്നാൻ ഭവാൻ. കാലമദ്രസടങ്ങിടാ നീയൊക്ക വക്രേ എന്നുര ചെയ്തവാറേ വക്രാന്തേ വീണു. ചെന്നുടൻ ഉദരത്തിൽ വസിച്ചു ശംഭുബീജം. ഉഷ്ണവേദേന സഹിച്ചിടരുതാഞ്ഞു പാഞ്ഞു. ജിഷ്ണു സന്നിധോ ചെന്നു സർവദുഃഖങ്ങൾ ചൊന്നാൻ. ഉണ്ടായ വൃത്താന്തങ്ങൾ കേട്ടു ദേവന്മാർക്കുള്ളിൽ ഉണ്ടായി ഖേദം പിന്നെ മോദവുമേവം തന്നെ. ചൂടുകൊണ്ടെല്ലാരെയും പീഡിപ്പിച്ചിടുന്നവൻ ഈടേഴും ചൂടുകൊണ്ടു തേടിനാടലേറ്റൻ. നാൾതോറും വളർന്നിതു ഗർഭവും അതുപോലെ വിധിഹോത്രന്റെ പരിശോധനമെത്ര കഷ്ടം. സഹിച്ചു കൂടായെന്നു നിനച്ചു ദേവവൃന്ദം. ഗമിച്ചു ഗംഗാതടം പ്രാപിച്ചു ഭക്തിപൂർവം. സ്തുതിച്ച നേരം ഗംഗാദേവിയും പ്രസാദിച്ചു. നിനച്ച വണ്ണം രൂപം ധരിച്ചു നിന്നു കണ്ടു. കാര്യമെന്തെന്നു ചോദിച്ചിരുന്ന ദേവിയോടു ഭാരമുള്ളഴലെല്ലാം ഇങ്ങനെ ഉണർത്തിച്ചാൽ. ശങ്കര തേജസ്സഗ്നി ജഡരെ അകപ്പെട്ടു. സങ്കടമുഷ്ണം കൊണ്ടു പ്രസവമേവമെന്നും അന്തരാജ്ഞങ്ങൾക്കിതു സഹിച്ചു കൂടാദേവി. എന്തിനു വഴി തന്നെ ധരിച്ചു കൊള്ളുകയുള്ളൂ. ഗർഭമോചനമായ മന്ത്രത്തെ കൊണ്ടു നിങ്ങൾ അർഭകൻ തന്നെ പുറത്താക്കുവിൻ ധരിപ്പാൻ ഞാൻ. ഗുരുവോടതിയിലുള്ള മന്ത്രത്തെ ഗ്രഹിക്കുന്നു അരുളി ചെയ്തു ഗംഗാദേവിയും മറഞ്ഞിതു. അങ്കജവരിയുടെ ബീജപിണ്ഡത്തെ പിന്നെ ഗംഗയിലാക്കിക്കൊണ്ട തരസാ മന്ത്രശക്തിയ. സഹിച്ചു കൂടാതെയായി ഗംഗാദേവിക്കും പിന്നെ തിളച്ചു കുറുകുന്നു ജലവും മധുകാലം. ചൂടേറ്റം സഖിയാഞ്ഞു ജാഹ്നവി ദേവി വേഗാൽ അടലോടടുത്തെറിഞ്ഞിടിനാൾ സദാ കാണ്ടേ. വീണപ്പോൾ ആറുഖണ്ഡമായിതു ബീജപിണ്ഡം. പ്രാണസംയുക്ത തത്ര കിടക്കും ദശാന്തരി. കൃത്തികാകുമാരരാറുപേരൊത്തു ഗണ്ഡം ചേർത്തപ്പോൾ ആറുമുഖനാകിയ ബാലനായി. പാർവതീശന്മാരതിന്മീതെ സഞ്ചരിക്കുമ്പോൾ പാർവതി കുജസ്ഥിത ക്ഷീരമുത്സവിച്ചിരു. കണ്ടുമാദേവി നാഥനോടു നർത്തിച്ചാളിതു. കാൺവഹോ മമ മുലപ്പാൽ ചുരന്നതു ചിത്രം. വിസ്മയമതു കണ്ടു സസ്മിതമരുൾ ചെയ്തു. അനാഥനായി കിടക്കുന്നുണ്ടു ബാലെ. മോദത്തോടത്യത്ഭുതം കൈക്കൊണ്ടു ഗൗരിയപ്പോൾ ചോദിച്ചു നമുക്കെന്നു പുത്രനുണ്ടായി നാഥ. നാമുമാഭോഗേ ധനഞ്ജയമാലോക്യപുര. സവ്രീളയായി സാത്വമയീ കേ കഥാബാലെ. അനലാനന പത്മേ ഭദ്രേജസയച്ചേ ഞാൻ. കനൽ തീറ്റിടും ബീജം സഹിയാഞ്ഞവൻ പിന്നെ. ഗംഗയിലാക്കിയതാ സഹിയാഞ്ഞവളത്ര. മംഗലേശ്വര കാണ്ടി വീണിതു ബീജപിണ്ഡം. ഓടപാത്രത്തിലാരു നുറുങ്ങി വീണിതല്ലോ. പാടവമെന്തു ചൊല്ലു പറഞ്ഞാലുടുങ്ങിട. കേടമാൻമുഴിമാരാൻ കാർത്തികമാരോടപ്പോൾ കേടുവന്നിടാ യുവതി നമ്പുജോദ്ഭവൻ ചൊന്നാൻ. ഓടക്കാടതിലാറു ബീജകണ്ണങ്ങളുണ്ടു. ഓടിച്ചെന്നെടുത്തതു യോജിപ്പിക്കണം നിങ്ങൾ.
ബാലനായിടും അവൻ കാലം കൊണ്ടതു പിന്നെ പാലിപ്പാനുള്ള ജനം തത്ര വന്നിടുമല്ലോ. ഈ വണ്ണം ഒരു പുത്രൻ നമുക്കുണ്ടായതിപ്പോൾ ദേവി നാം ഇനി വേഗം പോകുന്നു മുതിർന്നതു. ഷൺമുഖനായ ബാലൻ തന്നെ ചെന്നെടുത്തുടൻ തന്മുലപ്പാലു കൊടുത്തേറ്റവും ആനന്ദിച്ചു. കൈലാസി ചെന്നു ബാലലാളനാദികൾ കൊണ്ടു പ്രാലേയ ചലമകൾ പാലലോചനോടും ലീലകളോടും രമിച്ചിരുന്നു യഥാസുഖം. ചൊല്ലേറും കുമാരന്റെ ഉത്ഭവം കേട്ടാൽ നല്ല പുത്രന്മാരുണ്ടാം യശസ്സേറ്റവും വർദ്ധിച്ചിടും. വൈശാഖ കർമ്മം പുരാഭൂപതേ ചെയ്യായികയാൽ ഈശനന്ദനേവം ദുഃഖങ്ങളുണ്ടായി വന്നു. വിധവയായ ദേവി വൈശാഖ കർമ്മം വിധിപൂർവകം ചെയ്തു ഭർത്താരം സിദ്ധിച്ചതും. 9-ാം അധ്യായമേവം ചൊല്ലിനേ നൃപോത്തമ ഇമ്പമോടിനി എന്തു കേൾപ്പതീനാശസകേ. ഓം തത്സത്. ഇതി വൈശാഖ മഹാത്മ്യേ നവമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ അധ്യായം സമർപ്പിക്കും. ഓം